US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അവതരിപ്പിച്ച പുതിയ ബയോമെട്രിക് രജിസ്ട്രേഷൻ നിയമം യുഎസിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ നിയമം പല ആളുകൾക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങൾ പ്രധാനമായും രേഖകളില്ലാത്തവരെയാണ് ബാധിക്കുക. വിസയുള്ളവരെ ഇത് ബാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2025 ഏപ്രിൽ 11 മുതൽ പ്രാബല്യത്തിൽ വന്ന രജിസ്ട്രേഷൻ ആവശ്യകതകളെ ചുറ്റിപ്പറ്റി, പ്രത്യേകിച്ച് ആരാണ് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടത്, ആർക്കൊക്കെ ആവശ്യമില്ല എന്നതിനെക്കുറിച്ച് വളരെയധികം ആശയക്കുഴപ്പമുണ്ട്. ബയോമെട്രിക് ഡാറ്റ ശേഖരിക്കുന്നതിനായി USCIS അവതരിപ്പിച്ച G325R ആണ് ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നത്. നിയമപരമായി രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഇത്. എന്നാൽ I-94 റെക്കോർഡുള്ളവർ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. I-94ൽ ജോലിക്കാർ, വിദ്യാർത്ഥികൾ, സന്ദർശകർ എന്നിവരെല്ലാം ഉൾപ്പെടും. ഇവർക്ക് ഇതിനോടകം തന്നെ നിയമപരമായ രേഖകളുണ്ട്. അതിനാൽ അവർ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. I-94 എന്നാൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നൽകുന്ന ഒരു രേഖയാണ്. ഇത് അമേരിക്കയിലേക്ക് വരുന്ന മിക്ക ആളുകൾക്കും ലഭിക്കും. H-1B വിസയിൽ വരുന്ന ജോലിക്കാർ, F-1 വിസയിൽ വരുന്ന വിദ്യാർത്ഥികൾ, B-1, B-2 വിസയിൽ വരുന്ന ടൂറിസ്റ്റുകൾ എന്നിവർക്കെല്ലാം ഈ രേഖ കിട്ടും. ഒരാൾക്ക് എത്ര കാലം അമേരിക്കയിൽ താമസിക്കാം എന്നതിൻ്റെ തെളിവാണ് ഈ രേഖ. ഈ രേഖ സാധാരണയായി ഓൺലൈനിൽ ലഭ്യമാണ്. www.cbp.gov/I-94 എന്ന വെബ്സൈറ്റിൽ ഇത് ലഭ്യമാകും. സാധുവായ I-94 നമ്പറുകളുള്ള 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പോലും രജിസ്റ്റർ ചെയ്തതായി കണക്കാക്കും. I-94 ഉള്ള എല്ലാ ഇന്ത്യക്കാരും രജിസ്റ്റർ ചെയ്തവരായി കണക്കാക്കും. അതിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഉൾപ്പെടുമെന്നാണ് US-ലെയും ഇന്ത്യയിലെയും ബിസിനസ് ഇമിഗ്രേഷൻ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഗോഖലെ ലോ ഫേമിൻ്റെ മാനേജിംഗ് പാർട്ണർ ശില്പ ഗോഖലെ വ്യക്തമാക്കുന്നത്. H-4, L-2, TD, R-2, B-2 എന്നീ വിസകളുള്ള കുട്ടികൾക്ക് 14 വയസ്സ് പൂർത്തിയായാൽ അവർ വീണ്ടും രജിസ്ട്രേഷന് അപേക്ഷിക്കണം. 14 വയസ്സ് പൂർത്തിയായി 30 ദിവസത്തിനുള്ളിൽ തന്നെ അപേക്ഷിക്കണം. കൂടാതെ വിരലടയാളവും നൽകണം. കുട്ടിയുടെ പേരിൽ ഒരു USCIS ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം അതിലൂടെ ഫോം പൂരിപ്പിക്കണം. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ഇതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ഉണ്ടെങ്കിൽ അവർ ഫോം I-19 ഫയൽ ചെയ്യണം. 14 വയസ്സ് പൂർത്തിയായി 30 ദിവസത്തിനുള്ളിൽ തന്നെ USCISനെ അറിയിക്കണം. ഫീസ് അടയ്ക്കേണ്ടി വരുമോ എന്നത് ഗ്രീൻ കാർഡ് എപ്പോൾ അവസാനിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഗ്രീൻ കാർഡ് 16 വയസ്സിന് ശേഷമാണ് അവസാനിക്കുന്നതെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. അതിനു മുമ്പാണെങ്കിൽ ഫീസ് അടയ്ക്കണം. അതുകൊണ്ട് ഈ നിയമം സാധാരണ വിസ ഉടമകളെ അത്രയധികം ബാധിക്കുന്നില്ല. എങ്കിലും ഓരോ കാര്യവും ശ്രദ്ധയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി USCIS വെബ്സൈറ്റ് സന്ദർശിക്കുക. അതേസമയം US-ലേക്ക് വിസ ലഭിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കുമുള്ള വിസ വെട്ടിച്ചുരുക്കുന്നത്. ഇതിനിടയിൽ ഇന്ത്യൻ പൗരന്മാരായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ചൈന. 2025 ജനുവരി 1 മുതൽ ഏപ്രിൽ 9 വരെ ഇന്ത്യൻ പൗരന്മാർക്ക് 85,000-ലധികം വിസകൾ അനുവദിച്ചതായി ഇന്ത്യയിലെ ചൈനീസ് എംബസി അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന കുറിപ്പോടെയാണ് ചൈനീസ് അംബാസഡർ സു ഫെയ്ഹോങ് എക്സിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള യാത്ര സുഗമമാക്കുന്നതിന് ചൈനീസ് സർക്കാർ ഇന്ത്യൻ യാത്രക്കാർക്ക് നിരവധി ഇളവുകളും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ അപേക്ഷകർക്ക് ഇപ്പോൾ മുൻകൂർ ഓൺലൈൻ അപ്പോയിൻമെൻറ്റുകൾ ഇല്ലാതെ പ്രവൃത്തി ദിവസങ്ങളിൽ വിസ സെൻ്ററുകളിൽ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. കുറഞ്ഞ സമയത്തേക്ക് ചൈന സന്ദർശിക്കുന്ന യാത്രക്കാരെ ബയോമെട്രിക് ഡാറ്റ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പ്രോസസ്സിംഗ് സമയം കുറയ്ക്കും. വളരെ കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ ഒരു ചൈനീസ് വിസ ലഭിക്കും. ഇത് ഇന്ത്യൻ സന്ദർശകർക്ക് ചൈനയിലേക്കുള്ള യാത്ര സുഗമമാക്കും. വിസ അംഗീകരിക്കാനുള്ള സമയക്രമം കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഇത് വേഗത്തിലുള്ള ഇഷ്യൂ അനുവദിക്കുകയും ബിസിനസ് വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. സാംസ്കാരിക ആഘോഷങ്ങൾ, കൂടുതൽ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ എന്നിവ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കായി ചൈന ഒരുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്.